നമസ്കാരം. പുലർകാലം പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം. ഇന്ന് ഞായറാഴ്ച, ലക്കി കളർ ഓറഞ്ച്. നേരത്തെ പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓറഞ്ച് ഇസ് എ ബ്യൂട്ടിഫുൾ കളർ. യു ക്യാൻ ടേൺ ഈവൻ സാഫ്രോൺ പോലും ഓറഞ്ചുമായിട്ട് ഇത് സാമ്യമാണ് അല്ലേ? സന്യാസി കളർ എന്ന് പറയുന്നത് ഒരു സൺസെറ്റിൻ്റെ ഒരു കളർ എന്ന് പറയും, ക്രിംസൺ എന്ന് പറഞ്ഞൊരു ഓറഞ്ചിഷ് റെഡ്. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര നല്ല കളറാണത്. And even the fruit orange is also good. You can have orange today. ഓറഞ്ച് കപ്പൊക്കെ ഉപയോഗിക്കുക. ഷുഡ് ബി എ ലക്കി കളർ ഫോർ യു. എനിക്ക് തോന്നുന്നു ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നൊരു വിശ്വാസത്തിലൊക്കെയാണ്. ഒരു ദിവസത്തിൻ്റെ ആരംഭം ഒരു വിശ്വാസം. ഞാൻ ഇന്ന് രാവിലെ ഇതൊക്കെ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കും. ബോറടിക്കത്തില്ല. ഡെയിലി രാവിലെ എണീറ്റ് ഒരേ കപ്പ്, ഒരേ ആഹാരം, ഒരേ പ്ലേറ്റ്, ഒരേപോലെ തന്നെ. എനിക്കൊന്ന് പുലർകാലം കണ്ടിട്ട് പലരും പല കപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടു ഫോട്ടോസും അങ്ങനെ വെച്ചിട്ടുണ്ട് വീട്ടിലെ. ഇതെല്ലാം പറയുന്നത് ഒരു വിശ്വാസമാണ്. ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളെല്ലാമേ കൊണ്ടുപോകുന്നത്. ഒരു കുഞ്ഞിനെ നമ്മൾ മുകളിലോട്ടിട്ട് എടുത്ത് പിടിക്കാൻ നോക്കുമ്പോൾ ആ കുഞ്ഞ് ചിരിക്കുകയാണ്. വലിയ ആൾക്കാർ ചിരിക്കില്ല, അവർക്ക് ഇടാനും പറ്റത്തില്ല. പക്ഷെ കുഞ്ഞ് ചിരിക്കുന്നത് വെച്ചാൽ അതിന് ഉറപ്പുണ്ട്, അതിന് വിശ്വാസമുണ്ട്. താഴെ നിന്ന് ഒരാൾ അതിനെ മുറുകെ പിടിച്ചുകൊള്ളും. ആ വിശ്വാസം തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിലേ എന്ത് കാര്യവും നടക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക, ഇന്നത്തെ ദിവസം നന്നായിരിക്കും, മുന്നോട്ടുള്ള ജീവിതം നന്നായിരിക്കും. Have an orange day with പുലർകാലം. Have a great day. Thought of the day. Thought of the day എന്ന് പറയുമ്പോൾ ഇത്തിരി സ്പിരിച്വലായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം ശബരിമലയിൽ പോകുന്നവർ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ശബരിമല സന്നിധാനം തന്നെയാണ്. ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം. വളരെ അത് പാട്ട് എഴുതിയ ആൾക്കാർക്ക് തന്നെ അതിൻ്റെ ഒരു ഫിലോസഫി അതിനകത്തുണ്ട്. നമ്മൾ ലക്ഷ്യത്തിനെയാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? അല്ലാതെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിൽ നല്ല വഴികൾ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് എന്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? അതായത് ഓരോ ആറ്റിറ്റ്യൂഡാണ്. ചിലരുടെ ജീവിതത്തിൽ പല ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യും. എനിക്ക് അവരുമായിട്ട്, ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടൊരു സ്റ്റാർ ആയില്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കാറുണ്ട്. സാധാരണ വീട്ടമ്മയോ ഒരു സാധാരണ ഒരു പുരുഷനോ ആണെങ്കിൽ അവർക്ക് ഇന്ന സാധനങ്ങളുണ്ട്, അവർക്ക് കാറുണ്ട്, വീടുണ്ട്, അങ്ങനെ മെറ്റീരിയൽ തിങ്സിന്റെ പുറകെ പോവുക. ഏറ്റവും വലിയ ഇത് ഭർത്താക്കന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഭാര്യ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ, ഇന്നലെ സരളയുടെ വീട്ടിൽ പോയി കേട്ടോ, നല്ല സൂപ്പർ മീൻ കറിയായിരുന്നു, ഇന്നലെ അച്ചാമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല ചിക്കൻ കറിയായിരുന്നു. ഇതല്ല പറയേണ്ടത്. നീ ഉണ്ടാക്കി തരുന്ന ആഹാരമാണ് ഏറ്റവും നല്ല. എങ്കിലേ ആ ലക്ഷ്യസ്ഥാനത്ത് വീട്ടിൽ എത്തുമ്പോൾ ആഹാരം റെഡി ആയിരിക്കുള്ളൂ. സിമ്പിളാണ്. അതെ, നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ ജീവിതം സന്തോഷമാകും എന്നാണ് പറഞ്ഞു വരുന്നത്. ലക്ഷ്യം നന്നാവുക, ആ ലക്ഷ്യത്തിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, നമ്മുടെ യാത്രയെങ്കിൽ ജീവിതം സന്തോഷപ്രദമായിരിക്കും. അല്ലാതെ നമ്മൾ വ്യക്തികളുടെ പുറകിലോ ഇന്ന പോലെ, ഇന്ന സ്ത്രീകളെ പോലെ, ഇന്ന പുരുഷനെ പോലെ ആകാതെ, അതായത് മെറ്റീരിയൽ തിങ്സിനോട് നമുക്ക് ഒരുപാട് ആക്രാന്തമാണ് ഈ കാലത്ത്. അതിൻ്റെ പുറകെയൊക്കെ പോകാതെ ലക്ഷ്യത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതെല്ലാം താനെ നമ്മുടെ പുറകെ വന്നുകൊള്ളും. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നല്ല ലക്ഷണമാണ്. നല്ല ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന്റെ പുറകെ നിങ്ങൾ സഞ്ചരിക്കുകയും വേണം. ഇന്ത്യൻ സിനിമ മറ്റു വിദേശ സിനിമകളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും വലിയ ഒരു എടുത്തു പറയുന്ന കാര്യമാണ് സംഗീതം, സിനിമാ പാട്ടുകൾ അല്ലേ? എന്നും നമ്മുടെ ഭാരതീയർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ചലച്ചിത്ര ഗാനങ്ങളോട് ഏറെ പ്രിയമാണ്. ഒരുപാട് നല്ല ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മെജോ ജോസഫാണ് ഇന്ന് നമ്മുടെ അതിഥി. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. വെൽക്കം ഇന്നത്തെ പുലർകാലം സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ നമുക്കൊരു ഭക്തിഗാനത്തിൽ തുടങ്ങിയാലോ? മെജോ ജോസഫ് സംഗീത സംവിധായകനാണ്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണ്. ഞാനിത് ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് പാടിയേക്കുന്ന പാട്ടാണ്. പ്രത്യേകിച്ച് ഈ രൂപത മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ പാടാറുള്ളതാണ്. ഇടയ്ക്കൊക്കെ പ്രൈസും കിട്ടാറുണ്ട്. അപ്പോൾ ഹരിഹരൻ സാറ് പാടിക്കുന്ന ഒരു പാട്ടാണ്. ടോമിൻ ടച്ചിങ് സാറിൻ്റെ മ്യൂസിക്. ഒരു ആൽബത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എപ്പോഴും ഒരു പാടാൻ ആഗ്രഹമുള്ളൊരു പാട്ടാണത്. ആ പാട്ട് കുറച്ച് പാടാം. എല്ലാരും വാഴ്ത്തുന്നു കർത്താവേ നിൻ നാമം, വൈകാതെ വായോ സന്തോഷം തായോ
എന്തിനീ താമസം എല്ലാരും വാഴ്ത്തുന്നു കർത്താവേ നിൻ നാമം വൈകാതെ വായോ സന്തോഷം തായോ എന്തിനീ താമസം. കേട്ട് മതിയായില്ല കേട്ടോ മെജോ. ഇതിന് ശരിക്കും കൈയടിക്കല്ല, ഈശോ മിശിഹായെ കേട്ട് മതിയായില്ല മെജോ. ബ്യൂട്ടിഫുൾ റെൻഡറിങ്. ഗായകനാകണം എന്ന് പറഞ്ഞിട്ടാണോ ഈ ഫീൽഡ് വന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒരു സൂത്രപ്പണി കൂടിയാണ്. ഒരു മ്യൂസിക് ഡയറക്ടറായി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ പാട്ടുകൾ പാടാം, പക്ഷെ ഗായകനായി കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെറുപ്പം തുടങ്ങി എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു 7th സ്റ്റാൻഡേർഡ് തുടങ്ങിയാണ് ഈ മ്യൂസിക്കിനോടുള്ളൊരു പാഷൻ തുടങ്ങിയത്. പാഷൻ അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഒരു സീരിയസ് കരിയറായിട്ട് എടുക്കണമെന്ന് തോന്നിയത് 7th സ്റ്റാൻഡേർഡ് തുടങ്ങിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സിംഗിങ് വേണോ അതോ മ്യൂസിക് ഡയറക്ഷൻ വേണോ എന്നുള്ളത്. അപ്പോൾ അതൊരു ഡിഗ്രി ലാസ്റ്റ് ഇയർ, പിന്നെ ഒരു 10th ഒക്കെ ആയപ്പോഴേക്കും കീബോർഡിസ്റ്റ് എന്നുള്ള ഒരു കൊയറിൻ്റെ ഒരു ചാർജൊക്കെ വന്നു. അപ്പോൾ ഒരു 10 വർഷത്തോളം ആ കീബോർഡിസ്റ്റ് എന്നുള്ള പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ, മീൻസ് അതൊരു നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ പിന്നെ ഇത് മതി എന്നുള്ള ഇതിൽ വന്നാണ് മീൻസ് സിംഗിങ് സെക്കൻഡറി ആക്കാന്നുള്ള ഇതിലേക്ക്. കൊയറൊക്കെ കമ്പോസ് ചെയ്യാറുണ്ടോ ചേർച്ചിലൊക്കെ? ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ മ്യൂസിക് കരിയർ തുടങ്ങി, പിന്നെ ബൈ പ്രൊഫഷൻ ആയപ്പം കുറച്ച് കുറവാണ്, സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. എനിക്കത് കേട്ട് മതിയായില്ല മെജോ പാടിയത്. ഭയങ്കര ഒരു സൂതിങ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ റെൻഡറിങ് നമുക്ക് അറിയാലോ. അത് ആ ഒരു സ്റ്റൈല് ഭക്തിഗാനത്തിൽ കൊണ്ടുവന്നപ്പോഴേ സാധാരണ ഫ്ലാറ്റ് നോട്ട്സ് ഒക്കെ കേട്ടിട്ടുള്ളൂ ഈ ഭക്തിഗാനം എന്ന് പറയുമ്പോൾ, പക്ഷെ ഇത്രയും സ്കെയിൽസിലൊക്കെ പാടുന്നത് എനിക്ക് ആദ്യമായിട്ടാകട്ടെ. പാട്ടിനെ കുറച്ചുകൂടെ അങ്ങ് ബ്യൂട്ടിഫൈ ചെയ്യുന്ന തിങ്സ് ഒക്കെ വന്നപ്പോഴേ ഓർണമെന്റേഷൻസ് ഭയങ്കര നന്നായിരുന്നു. അത് നിങ്ങളത് ആസ്വദിച്ചതുകൊണ്ടാണ് നിങ്ങൾ അത്ര ഭംഗിയായത്. അപ്പൊ ഒരു ഫേവറേറ്റ് സിംഗർ ആയിരിക്കണം ഹരിഹരൻ. ഫേവറേറ്റ് സിംഗറാണ്, പക്ഷെ ഇതുവരെ പാടിക്കാൻ പറ്റാത്തൊരു ഫേവറേറ്റ് സിംഗറാണ്. ബാക്കി എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും പാടിച്ചിട്ടുണ്ട്. ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ശങ്കർജി പാടിയിട്ടുണ്ട്, SPB സാറ് പാടിയിട്ടില്ല, ചിത്രേച്ചി, ശ്രീനിയേട്ടൻ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും പാടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഹരിജിയുടെ ഇപ്പം അവിടേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് പോകണം. ആള് നമ്മുടെ പാട്ട് ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ പാടില്ല, ആള് മറക്കാൻ പാടില്ല. ശ്രോതാക്കൾക്ക് വലിയ വിരുന്നാവും അല്ലേ? പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇത്രയും സൗന്ദര്യമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തീർച്ചയായിട്ടും ഒരു അഭിനയം ഒളിഞ്ഞു കിടപ്പുണ്ട്. നോട്ട്ബുക്ക് എന്ന ചിത്രത്തില് നോട്ടബിൾ ആയിട്ടുള്ള റോൾ വന്ന് നോട്ട്ബുക്കിന്റെ സംഗീത സംവിധായകൻ കൂടിയാണ്. ഒരുപാട് എനിക്കൊന്ന് മെജോ പറഞ്ഞിട്ടുണ്ടോ? മെജോ എന്ന് പറയുമ്പോൾ നോട്ട്ബുക്ക് എന്നായിരിക്കും ആൾക്കാർ അല്ലെ ആദ്യം പറയാ. ഞങ്ങൾ അഭിനയത്തെ കുറിച്ച് ചോദിക്കാം, അതെങ്ങനെയാണ് ആ റോൾ ചെയ്തത്? എങ്ങനെയാണ്? റോഷനേട്ടന്റെ ബ്രദറിലോ ആണ്. അപ്പൊ ആദ്യം എന്നോട് മ്യൂസിക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സോങ്സിന്റെയും കമ്പോസിഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിച്ചു. കാരണം നമ്മുടെ അളിയൻ്റെ പടമായതുകൊണ്ട് ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതായത് ഫ്രഷേഴ്സാണ് എല്ലാവരും, അപ്പോൾ ആരൊക്കെയാണെന്നുള്ളൊരു സംഭവം വരുന്നു. ഇപ്പോൾ എല്ലാം കാസ്റ്റിംഗൊക്കെ ആയെന്ന് ചോദിച്ചു. അപ്പം ഒന്നും ആയിട്ടില്ല, ഒരാൾ മാത്രമേ ആയിട്ടുണ്ട്, ഫിറോസ് എന്നുള്ള കഥാപാത്രം, അത് നീയേ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ധാരണ ഉണ്ടായില്ല. കാരണം സ്കൂളിങ് അല്ലെങ്കിൽ കോളേജിന്റെ സമയത്ത് ഒരു ടാബ്ലോക്ക് പോലും നിൽക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അത് എന്താണെന്നറിയോ, മെജോ ഒരു ഭയങ്കര ഒരു സ്മൈലിംഗ് ബബ്ലി ഫേസ് ആണ്. പുള്ളി അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലേ? ഒരു സോഫ്റ്റ് ക്യാരക്ടറാണ്. പിന്നെ എന്നോട് അധികം അഭിനയിച്ച് കൊളാക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ നല്ലൊരു എൻട്രി അല്ലേ അല്ലേ ആസ് എ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ആ ക്യാരക്ടർ ചെയ്തു രണ്ടുപേരെ. കാരണം ഇപ്പൊ കൂടി ആ ഒരു ക്യാരക്ടറിനോടുള്ള സ്നേഹം ആൾക്കാർക്ക് എൻ്റെ എവിടെ പോയാലും അത് ആ ഒരു സ്നേഹമാണ്, ഫിറോസ് എന്നുള്ള ക്യാരക്ടറിനോടുള്ള സ്നേഹം. അപ്പൊ അത് വലിയൊരു, പിന്നെ പ്രായം ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 34 വയസ്സായി, പക്ഷെ ഇപ്പോഴും നോട്ട്ബുക്കിലെ സെയിം പ്രായം തന്നെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. പബ്ലിക്കിനൊക്കെ അവിടെ പോകുമ്പോൾ നോട്ട്ബുക്കിലൊക്കെ ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിക്കാറുണ്ട്. നോട്ട്ബുക്കിൽ അത് ആ കരിയറിലോട്ട് ഇനിയും വിളിച്ചാൽ പോകുമായിരിക്കും അഭിനയം. അത് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ഒതുങ്ങും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിട്ട് ഏറ്റവും ഇഴുകി ചേരുന്ന ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വിരോധമില്ല എന്നാണ് തീരുമാനം. ഹിന്ദി ഫിലിമിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകണം, ഒരു ബോളിവുഡ് ബ്യൂട്ടി ഉണ്ട്. എന്തായാലും മെജോയെ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് നോട്ട്ബുക്കിൽ ഒരു പാട്ട് പാടിയില്ലെങ്കിൽ അതൊരു വലിയ അധിക പ്രസംഗം. ആയിരുന്നു ആദ്യത്തെ സിനിമ, ഫസ്റ്റ് ഫിലിം നോട്ട്ബുക്ക് ആയിരുന്നു. അതിൻ്റെ അകത്തൊരു നല്ല സോങ്.
ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി പതിവായാറു മുളുന്നില്ലേ ചെവിയിലായി മതിയില്ലെന്ന് ചൊല്ലുന്നില്ലേ മനസ്സിലായി തളിരുകൾ തരളമായി പ്രണയമോ കളഭമായി ഒളിക്കുന്നുവെന്നാൽ പോലും ഉദിക്കുന്നു വീണ്ടും വീണ്ടും കടക്കണ്ണിലാരോ സൂര്യനോ സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ സുന്ദരന്റെ സോറി ഒരു സോങ്ങില് ഇത്ര പ്രോഗ്രഷൻസ് വന്ന് മാറ്റി ഓരോ സ്ഥലത്തു നിന്ന് കേട്ട് കഴിഞ്ഞാലും പുതിയ പുതിയ പാട്ടുകൾ അല്ലേ? എവിടെ സ്റ്റോപ്പ് ചെയ്ത് കേട്ടാലും ഇറ്റ്സ് എ ന്യൂ സോങ്. ഇതിന്റെ ഫസ്റ്റ് ഉണ്ടായ പോർഷൻ എന്ന് പറയുന്നത് സുന്ദരന്റെയാണ്. അവിടെ നിന്നാണ് ഹൃദയം ഹൃദയം അങ്ങനെ റിവേഴ്സ് പോയായിരുന്നു. അത് ചില എല്ലാ പാട്ടുകളിലും അങ്ങനെയുണ്ട്. ചില ഒരു ഓഡിയൻസിലേക്ക് എത്താൻ പോകുന്ന ഒരു ഷുവർ ബെറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ചെയ്തിട്ടാണോ ചെയ്തത്? മ്യൂസിക്കിന് ശേഷം ലിറിക്സ് ആരായിരുന്നു? ഇതിന്റെ ശരത്തേട്ടനായിരുന്നു. ശരത്, ഓക്കെ. Awesome. Thank you. Super. You're a great singer. Thank you. You should. അല്ല, എനിക്ക് തോന്നുന്നു മെജോ ഇനി സംഗീത സംവിധാനം ചെയ്ത് വലിയ ആൾക്കാരെ പാടിക്കുന്നതിനോടൊപ്പം ഒരു പാട്ട് മെജോ കൂടി പാടിയിട്ടുണ്ട്. തെലുങ്കില് 1-2 പാട്ട് പാടിയിട്ടുണ്ട്. മലയാളത്തിൽ പാടണം കേട്ടോ. ഒരു ശ്രോതാവിന്റെ ആവശ്യമാണത്. ഒരു ഓഡിയോ ട്രീറ്റ് ആണ്. തെലുങ്കില് മ്യൂസിക് ചെയ്തായിരുന്നു? ഒരു പടം മാത്രം. ഏത് പടം? തെലുഗബായ് എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. അത് OS അവിനാഷ് എന്ന് പറഞ്ഞിട്ട്. പാട്ടുകൾ 10 പാട്ടുണ്ടായിരുന്നു അതില്. പാട്ടുകൾ നന്നായിട്ട് ഓഡിയൻസ് റിസീവ് ചെയ്താണ്. തെലുങ്കൻ ബായ് അല്ലേ? തെലുങ്കബായ്, തേജാബായ് തെലുങ്കൻ ബായ്. ആ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. അതില് മ്യൂസിക് ചെയ്തിട്ട് അതില് ഒരു 10 പാട്ടുണ്ടായിരുന്നു. അതില് മിൻമിനി ചേച്ചിയൊക്കെ പാടിണ്ടായിരുന്നു. അതില് പാടിപ്പോഴാണ് ശങ്കർജി ഒരു പാട്ട് പാടിണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ പാടിയ പാട്ടാണ്. അതില് അതിന്റെ ഒരു പല്ലവി പാടാം. గుండెల్లోన దాచిన ప్రేమ గువ్వయ్యగిరిపోయేనా రెప్పలు దాటి సత్యాలన్నీ కలై కరిగిపోయేనా చెలే నిన్ను కాదనుకుందా తన దారి సుఖమనుకుందా నిరాశలు నిన్ను తోసిందా నిజం మరచి కనుమరుగైందా మగువ మనసు అందేలేరా మరణానికి చిరునానేరా. ഇങ്ങനെ പോണൊരു കീബോർഡ് നല്ല വശമുള്ളതുകൊണ്ടാണ് ഈ സ്കെയിൽസ് ഇത്ര കറക്റ്റായിട്ട് പിടിക്കണം. ഒരു പാട്ടുകാരെ പോലെ ഇങ്ങനെ ആക്കി പിടിക്കേണ്ട ചില സാധനങ്ങൾ അല്ലേ? ആ ചേഞ്ചസ് ഒക്കെ അല്ലേ? അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ഈ സിംഗേഴ്സ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഈ തെലുങ്ക് മ്യൂസിക് ചെയ്യുമ്പോൾ തെലുങ്കിന്റെ ലിറിക്സ് ഒക്കെ മനസ്സിലാക്കി, എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ മനസ്സിലാക്കി ചെയ്യുന്നതാണോ അതോ? ഡെഫിനറ്റ് ആയിട്ട്. പക്ഷെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം മലയാളം ആൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് അതൊക്കെ കമ്മ്യൂണിക്കേഷൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. താങ്ക് യു. മെജോ അടുത്ത് ചോദിക്കാനുള്ളത്, മെജോ നമ്മുടെ ഈ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഗീത ഇളയരാജയുടെ ഒക്കെ ഹൗ ടു നെയിം ഇറ്റ് എന്നൊക്കെ പറഞ്ഞ ഫ്യൂഷൻസ് ആയോ? മെജോ ഞാൻ അറിയാമെന്നുള്ള മെജോ, പ്രേക്ഷകർ അറിയാമെന്നുള്ള മെജോ ഒരു സൂപ്പർ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. സോ ഡു യു ഹാവ് എനി പ്ലാൻസ് ടു ബ്രിങ് ഇൻ എനി ഫ്യൂഷൻസ്? സിംഫണി ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, അതിന് ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്താനുണ്ട്. ഇപ്പം ഓടിച്ചാടി ഒരു സിംഫണി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കുറേ ഹോംവർക്ക് ഉണ്ട്. അപ്പോൾ ഒരു മേ ബി ആഫ്റ്റർ ഒരു 5 years ചിലപ്പം. മെജോ ഏത് ഇൻസ്ട്രുമെന്റിലാണ്? ബേസിക്കലി കീബോർഡിസ്റ്റ് ആണ്. പിന്നെ അത് കൂടാതെ ഇപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും, മെലഡി ഹോൺ, മൗത്ത് ഓർഗൻ, അങ്ങനത്തെ കുറച്ച്. സാക്സ് വായിക്കില്ല, ഇല്ല അങ്ങനത്തെ. പക്ഷെ ചിലപ്പോൾ ട്രൈ ചെയ്താൽ പറ്റുമായിരിക്കും. കീബോർഡ് വിത്ത് സാമ്പിളർ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമുക്കിപ്പം
അതിനകത്ത് തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. അതെ അതെ ഒരു സാമ്പിളർ ഇട്ട് കഴിഞ്ഞാൽ തകിലാണെങ്കിൽ തകിലും മൃദംഗവും എല്ലാം അതിനകത്ത്. മേജോ വൺ മാൻ ഷോ മ്യൂസിക് ഡയറക്ടറാണോ അതോ മൾട്ടി? ഞാനത് കമ്പോസിങ് സ്റ്റേജിൽ ഇത് എല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യും. ഇപ്പം ലോജിക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് അതിലെല്ലാ ട്രാക്സും അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലൈവ് വേണ്ടത് ലൈവ് എടുക്കും. ഇപ്പം പ്രത്യേകിച്ച് അക്വസ്റ്റിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പം അതൊന്നും എത്ര ഇതിൽ നിന്ന് സാമ്പിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതെ, സ്ട്രിങ്സും പിന്നെ ഇപ്പം തബല, മൃദംഗം അങ്ങനത്തെ ഒക്കെ ഇത് അതൊക്കെ എപ്പോഴും ലൈവ് പോണത് തന്നെ ആയിരിക്കും നല്ലത്. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഇപ്പോൾ നമ്മളൊരു വലിയൊരു സമ്മർ സീസൺ കടന്നു പോവുകയാണ്. തണുപ്പ് കാലം മാറി സമ്മറായി. ഇനിയിപ്പോൾ സമ്മറിൽ നിന്ന് നേരെ മാറാൻ പോകുന്നത് വേറൊരു ഡിഫറെൻറ്റ് ക്ലൈമാറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വലയുന്നത് നാവ് വരണ്ടു, തൊണ്ട വരണ്ടു, തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ ടയേർഡായിട്ടൊക്കെയാണ് വീട്ടിൽ വന്ന് കയറുന്നത്, ഈവൻ ഓഫീസിൽ പോലും. നിങ്ങൾ കരുതേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളീ പറയുന്നത്. എല്ലാവരും നമ്മൾ ചെയ്യുന്നതാണ്, പക്ഷേ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നാരങ്ങാ വെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഷുഗർ ലെവലൊക്കെ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ റിജുവിനേറ്റഡ് ആവുന്നുള്ളതാണ്. നമ്മുടെ ക്ഷീണം അങ്ങ് മാറി ഒരു ട്രിപ്പ് എടുത്തത് അല്ലേ, ഒരു ഭയങ്കര. ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ടയേർഡായിട്ട് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഒരിത്തിരി നാരങ്ങാ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും അതൊരു അല്ലേ എനർജി ഡ്രിങ്കാണ്. നമ്മൾ ഒരുപാട് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എനർജി ഡ്രിങ്ക്സിന്റെ പുറകെ പോകുന്നുണ്ട്. ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള എനർജി ഡ്രിങ്കാണ് ഈ നാരങ്ങാ വെള്ളം, ഉപ്പ്, പഞ്ചസാര. ഒരു വാട്ടർ ബോട്ടിൽ ഓഫീസിൽ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. വീട്ടിൽ തന്നെ പ്രിപ്പയർ ലോ പ്രഷറൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കഴിക്കുകയാണെങ്കിൽ പലർക്കും അറിയാം, എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ ഒന്ന് ഊന്നി പറഞ്ഞതേ ഉള്ളൂ. ഈ വേനൽക്കാലത്ത് ഏറ്റവും നാച്ചുറലായിട്ട് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ് നാരങ്ങാ വെള്ളം, പഞ്ചസാര, ഉപ്പ് ചേർത്ത് കഴിക്കുന്നത്. നമ്മൾ മറന്നു പോകുന്ന ഒരു ഡ്രിങ്കാണിത്. നല്ല സിമ്പിളാണ്, പക്ഷെ ഇപ്പോൾ പുലർക്കാലത്തിലൂടെ ഇത് പറയുമ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്കും അവോയ്ഡ് ഈ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വരിക. അത് നല്ല നാച്ചുറലായിട്ട് നിങ്ങളെ ഭംഗിയുള്ളതും ആരോഗ്യമുള്ളതും കൂടിയാണ് തരാം. 2 ലൈമും പിന്നെ വീട്ടിലിരിക്കുന്ന വെള്ളവും ഉപ്പും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. ലീസ്റ്റ് എക്സ്പെൻസീവ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ട്രൈ ഇറ്റ്. മേജോയുടെ മാസ്റ്റർ പീസ് ഇൻസ്ട്രുമെന്റ് എന്താണ്? നമ്മൾ ദേവരാജൻ എന്ന് പറഞ്ഞാൽ സിത്താറും വീണയും, സലിൽ ചൗധരി എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട്, വയലിൻ, അങ്ങനത്തെ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. മേ ബി ജാക്ക് ഓഫ് മെനി തിങ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നത്തിങ് എന്ന് പറയുന്ന ഒരാൾ. കുറേശ്ശെ പാടും, കുറേശ്ശെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും കുറിച്ച് റേഞ്ചുകൾ എനിക്ക് കുഴപ്പമില്ലാതെ അറിയാം. നിങ്ങൾ കമ്പോസർ, അതിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. ആൻഡ് യു നോ ഹൗ ടു ടാപ്പ് ഇറ്റ് അല്ലേ? അപ്പൊ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? അത് ഡിഫറൻസ്, അതായത് ഓരോ പാട്ടുകളെ അനുസരിച്ച് ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കും. പാട്ടുകൾ ജോണറിനനുസരിച്ച്. ഇപ്പം ഫ്ലൂട്ട് വായിക്കാനായിട്ട് ഒരു ചേട്ടനുണ്ട്, സ്ഥിരമായിട്ടുണ്ടാവും. ഗിറ്റാറിസ്റ്റ് മാറിക്കൊണ്ടിരിക്കും, ഓരോ പാട്ടിന്റെ ഫ്ലേവർ സ്റ്റൈൽ അനുസരിച്ച് മാറും. ചിലപ്പോൾ പ്രോഗ്രാമിങ്, ഇപ്പം എനിക്ക് തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 1-2 പാട്ടുകൾ ഇപ്പം നമുക്ക് വേറെ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരേപോലത്തെ ടോൺസും കാര്യങ്ങളും. ഇപ്പം നമ്മളെ അറിയാതെ തന്നെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോൺസ് അറിയാതെ തന്നെ നമ്മുടെ ഇതിലേക്ക് പാട്ടിലേക്ക് വരും. നമ്മളെ തന്നെ എപ്പോഴും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ 1-2 പാട്ടുകളൊക്കെ വേറെ ആളെ കൊണ്ട്. പക്ഷെ ബേസിക്കലി ഓർക്കസ്ട്രേഷൻ നമ്മുടെ തന്നെയായിരിക്കും. പലർക്കും അറിയാത്തതാണ് ഈ പ്രോഗ്രാമിംഗ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാൽ മാത്രം പോരാ, പ്രോഗ്രാമിംഗ് കൂടെ പഠിച്ചിരിക്കണം. അപ്പം മേജോ അത് പഠിച്ചതാണോ? 6 months സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്രോഗ്രാമിങ്ങും അതും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കീബോർഡിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പ്രോഗ്രാമിംഗ് കുറച്ചുകൂടി ഈസി ആയിട്ട് വഴങ്ങി. ഞാൻ ശരിക്കും നോട്ട്ബുക്കിന് ശേഷമാണ് പ്രോഗ്രാമിംഗ് തുടങ്ങിയത്. നോട്ട്ബുക്കിൽ ഗോപിച്ചേട്ടനാണ് പ്രോഗ്രാം ചെയ്തത്. സൈക്കിള് അശ്വിൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെതിരെ. കന്മഴ പെയ്യുമ്പോഴും ട്രാഫിക്കും തുടങ്ങി. ഞാൻ ശരിക്കും റീ റെക്കോർഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഉൾമുന്നിൽ നിർത്തിയതാണ് ഓഡിയൻസിനെ. അതിനൊരു വലിയ പങ്ക് ശബ്ദത്തിനുണ്ട്. ഇപ്പൊ ഒക്കെ ഞാനൊക്കെ കുഞ്ഞിലെ ഈ തല്ലുകൊണ്ടിയും നമ്മളിങ്ങനെ റീമ്യൂസിക് ഇട്ടുകൊണ്ട് അഭിനയിക്കുന്നത് അല്ലേ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം റീമ്യൂസിക് ഇട്ടുകൊണ്ടാണ് എൻട്രി ഒക്കെ വരുന്നത്. അത്ര അഡ്വാൻസ്ഡ് ആണ്. ട്രാഫിക് ശരിക്കും ആസ്വദിച്ചത് റീ റെക്കോർഡിംഗിലാണോ? അതിന്റെ എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് തന്നത് റീ റെക്കോർഡിംഗ് ആണ്. പാട്ട് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. കാരണം രാജേഷ് ഏട്ടൻ, എനിക്കൊരു നോട്ട്ബുക്ക് തുടങ്ങിയ രാജേഷിനെ അറിയാം. അപ്പം
ഈ ട്രാഫിക്കിൻ്റെ മുമ്പ് തന്നെ ഇപ്പം എനിക്ക് സൈക്കിൾ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു 1.5 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് വിളിക്കും. വിളിച്ച് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞ് പിന്നെ ഒരു 2 ആഴ്ച കഴിയാണ്ട് വിടില്ല. അപ്പോൾ ഇന്നും വൈകിട്ട് പല നല്ല പടങ്ങൾ കാണും. അപ്പോൾ ഓൾമോസ്റ്റ് വേവ് ലെങ്ത് കറക്റ്റായിട്ട് വന്നു ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ പാട്ടുകൾ ചെയ്യുന്ന സമയത്തും ആളുടെ മനസ്സ് എന്താണെന്ന് വായിച്ചറിയാനായിട്ട് പറ്റിയിരുന്നത്. അത് ഭയങ്കര സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എക്സാക്ട്ലി. നമുക്ക് സൈക്കിളിൽ ഒരു പാട്ട് കേട്ടാം. ഡെഫിനറ്റ്ലി കേൾക്കാം. സൈക്കിൾ എൻ്റെ ഒരു ഡ്രീം സിംഗേഴ്സിൽ ഉള്ള ആ ഒരു ഇതിലാണ് ചിത്ര ചേച്ചിയും നമ്മുടെ ശ്രീനിയേട്ടനും. അപ്പോൾ അവർ ഈ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇവരാണ് പാടേണ്ടതെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് ചെയ്തൊരു പാട്ടുണ്ട്. പാട്ടുണർന്നുവോ കാതിൽ തേന്നിറഞ്ഞുവോ ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം. പാട്ടുണർന്നുവോ കാതിൽ തേന്നിറഞ്ഞുവോ ആരോ ഏറ്റുപാടിടും രാഗം അനുരാഗം. കളിയൂ ഞാനാട്ടും കുളിരോർമയായി കളഗാനം പാടു നീ. ചിറകടി താളം പോൽ നെഞ്ചാകെ പഞ്ചാരി മേളം കൊട്ടിക്കാണുമ്പോൾ തന്താര തീരാരേരാര കളിയൂ ഞാലാട്ടും. എനിക്ക് ഊഞ്ഞാലാടുന്നൊരു ഫീലാണ്. ഫീൽ ഒരുപാടുണ്ട് അല്ലേ? വെരി വെരി നൈസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അനിലേട്ടൻ എഴുതിയിരുന്നേ. നേരത്തെ പറഞ്ഞു ഈ പാട്ട് ഞാൻ ഇങ്ങനെ ഏകദേശം കമ്പോസ് ചെയ്തപ്പോഴേ ചിത്രയും ശ്രീനിവാസനുമാണ് പാടേണ്ടതെന്ന് തീരുമാനിച്ചു. ആ സ്വാതന്ത്ര്യം സംഗീത സംവിധായകനുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫിലിംസിലും ഇപ്പൊ കിട്ടുന്നുണ്ട്. അതെ അല്ലേ? മേ ബി എനിക്ക് തോന്നുന്നു നോട്ട്ബുക്കിന് അത് കുഴപ്പമുണ്ടായിരുന്നില്ല. നോട്ട്ബുക്കിന് റോഷനേട്ടൻ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും, അപ്പൊ അത് ഹിറ്റായതുകൊണ്ടായിരിക്കാം ചിലപ്പം പിന്നീട് വന്ന എല്ലാ ഡയറക്ടേഴ്സും അറ്റ്ലീസ്റ്റ് നമുക്ക് സജഷൻസ് വെക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തരും. പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് നല്ലതാണെന്ന് നമ്മൾ പരിഗണിക്കും, കുഴപ്പമില്ല. എത്ര മണിക്കാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് നിർബന്ധമില്ല. ഇപ്പം സിംഗേഴ്സിൻ്റെ ഒക്കെ ഇതനുസരിച്ച് എനിക്ക് രാത്രിയിലിരിക്കാണ് ഇഷ്ടം. പക്ഷേ പാട്ടുകാരുടെ സൗകര്യത്തിനാണ് മെയിനായിട്ട്. അത് അവർ ആ ഒരു ട്രാക്ക് മാത്രമല്ലേ അവരൊന്നും പാടുള്ളൂ അല്ലേ? ബാക്കി ഫുള്ളായിട്ട് നിങ്ങളുടെ ഒരു സൗകര്യത്തിൽ. അത് നൈറ്റ് ആണോ ചെയ്യുന്നത്? മിക്കവാറും നൈറ്റ് ആയിരിക്കണം. ഒരു ചെറിയ ചോദ്യം, ഈ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ട്രാക്ക് സിംഗേഴ്സ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ഇന്ന് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് സിംഗേഴ്സിന് വെച്ചിട്ടാണോ ട്രാക്ക് ഉണ്ടാക്കുന്നത്? അതായത് ട്രാക്ക് പാടാനായിട്ടുള്ള സിംഗേഴ്സ് ഉണ്ടാവും, അതോ ഫ്ലൂട്ടോ ഗിറ്റാറോ എന്തെങ്കിലും വായിച്ച് ആ പാട്ടിനെ ഫുള്ളായിട്ട് വായിച്ച് കേൾപ്പിച്ചിട്ട് സിംഗേഴ്സിനെ കേൾപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ മിക്കവാറും ഞാൻ തന്നെ ട്രാക്ക് പാടാറ്. അതാണ് ട്രാക്ക് ഞാൻ തന്നെ പാടിയിട്ട്, അല്ലെങ്കിൽ വോയിസ് നിങ്ങൾ തന്നെ പാടും? അതെ, ഫീമെയിൽ വോയിസ്. എന്നിട്ട് പിന്നെ ചിലപ്പോ പ്രത്യേകിച്ച് ഇപ്പം ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് മനസ്സിലുള്ള ഒരു ഫീൽ ഉണ്ടാവും. അതിന്റെ ഒരു 70% എങ്കിലും സിംഗേഴ്സിന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതല്ല, ഫീലിന്റെ കാര്യത്തിൽ ടെക്നിക്കൽ പെർഫെക്ഷൻ വേറൊരു ഇതാണ്. അത് എത്ര പോയാലും ഇപ്പം സിംഗേഴ്സ് പാടുന്ന സിംഗേഴ്സ് അല്ല, മ്യൂസിക് ഡയറക്ടേഴ്സ് പാടുന്ന ഒരു റോനെസ് ഉണ്ടാവും അതില്. പക്ഷെ അത് ഒരു ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി പ്രസന്റ് ചെയ്യുന്നത് അത് സിംഗേഴ്സിന്റെ ഇപ്പൊ ചില ന്യൂവൻസസ് അതെല്ലാം ആ ഒരു ഫ്ലോയിൽ വരണേ എല്ലാവരും അങ്ങനെ ആഡ് ചെയ്യാറുണ്ടല്ലേ? പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ദേവരാജൻ മാഷൊക്കെ പറയുന്നത് എൻ്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാണ് പാടുന്നത്, ആ ഫീൽ കണ്ടു പാടുന്നത്. വലിയ ഇന്നത്തെ ലെജൻഡറി സിംഗേഴ്സിനെ വരെ അദ്ദേഹം അങ്ങനെ പാടി മെരുക്കി എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അത് ഇന്നത്തെ ഒരു പുതിയ തലമുറയിലെ മ്യൂസീഷ്യനാണല്ലോ നിങ്ങൾ, ഇവരോടുള്ള സമീപനം എങ്ങനെയാണ്? സ്ട്രിക്റ്റ് ആണോ? കൂളാണ്, വളരെ കൂളാണ്. ചില കാര്യങ്ങൾ നിർബന്ധം പിടിക്കാറുണ്ടോ? അതോ അതായത് ബേസിക് ഫ്രെയിം വർക്ക് നമ്മുടെ ഇതുണ്ടാവും. അപ്പോൾ ആ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പിന്നെ മേ ബി ടുവേർഡ്സ് ദി ലാസ്റ്റ് പല്ലവിയൊക്കെ വരുമ്പം അല്ലെങ്കിൽ സെക്കൻഡ് ചരണത്തിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ഇംപ്രൂവൈസേഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കും ഞാൻ. അല്ല, ഞാൻ പറയുന്നത് ഇംപ്രൂവൈസേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതത്രേ ഉള്ളൂ, അതാണ് ചോദിച്ചത്. അല്ല അവരുടെ ഇഷ്ടം അങ്ങനെ വിടില്ല. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം ഒരുപാട് റിയാലിറ്റി ഷോസ് വന്നതോടുകൂടി പ്രേക്ഷകരും സംഗീത കാണാറില്ലല്ലോ റിയാലിറ്റി ഷോയിൽ. കുട്ടികളുടെ റിയാലിറ്റി ഷോസിൽ പോകാറുണ്ട്. ഞാൻ ചോദിച്ചു തന്ന ഈ പ്രേക്ഷകർക്ക് അറിയാനുള്ള, എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ
എന്നൊക്കെ പറഞ്ഞാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് കൂടുതലും. മേജോ എങ്ങനെയാണ് അതിനെ വളരെ ക്ലാസിക്കായിട്ട് കൊണ്ടുവന്നിട്ടാണോ പഠിപ്പിക്കുന്നത്? ഇല്ല ഇല്ല, ഞാൻ ബേസിക് ട്യൂൺ മാത്രമേ പാടുള്ളൂ. പിന്നെ ഇപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം ചില ഫീല്, ചില ഇംപ്രൂവൈസേഷനൊക്കെ നമ്മള് പാട്ടുകാർക്ക് തന്നെ വിട്ടുകൊടുക്കും. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. നമ്മൾ ഈ ഒരു മാസം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ട്രാഫിക് അവബോധമാണ്. ഇന്ന് പറയാൻ തുടങ്ങുന്നത് ഇതിനൊന്നും പെനാൽറ്റി ഒന്നുമല്ല, ഇതൊരു സെൻസിബിളായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ ഒരു ട്രാഫിക് ബ്ലോക്ക് വരുന്ന സ്ഥലത്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഒരാൾക്ക് നിർത്തി കൊടുക്കാറുണ്ട്. അത്യാവശ്യം 1-2 പേർക്ക് അപ്പുറത്തിപ്പുറത്തോ ക്രോസ് ചെയ്യാനായിട്ട് വണ്ടികൾ നിർത്തി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസെങ്കിലും നിൽക്കാറുണ്ട്. പലപ്പോഴും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്, ഈ നടന്നു പോകുന്ന ആൾ ഒരു വൈരാഗ്യം തീർക്കുന്നത് പോലെ പതുക്കെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു പെഡസ്ട്രിയന് നടന്നു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ഒരാൾ ബഹുമാനിച്ച് വണ്ടി നിർത്തി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം പെഡസ്ട്രിയനും ഉണ്ട്. നമ്മളെപ്പോഴും പെഡസ്ട്രിയനെ സപ്പോർട്ട് ചെയ്താണ് റൂൾസും എല്ലാവരും പറയുന്നത്. പെഡസ്ട്രിയൻസിന് അവരുടേതായ ഒരു നിലപാട് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ വണ്ടികൾക്ക് പോകാനൊരു സമയമുണ്ട്, അവർക്കും അവരുടെ ധൃതിയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ മനഃപൂർവ്വം ഫോണിൽ എപ്പോൾ നോക്കിയാലും കാണുന്നതാണ് ഈ പെഡസ്ട്രിയൻസ് ഫുൾ ടൈം ഫോണിൽ. ഇന്ന് രാവിലെ ഞാൻ സ്റ്റുഡിയോയിൽ വന്നപ്പോഴും കണ്ടതാണ് ഒരു സ്ത്രീ വളരെ അലസമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്ത് പോകുന്നത്. എന്തൊരു അപകടം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണെന്നറിയാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മെഷീൻ എന്ന് പറയുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അത് കേൾക്കണമെന്നൊരു അവസ്ഥയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇടി കൊള്ളാണ്ട് തലയിലെടുത്താണെങ്കിൽ ഈ ചവിട്ടിയൊന്നും നിൽക്കത്തില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഫോണിലൂടെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ വളരെ അലേർട്ടായിട്ട് ശ്രദ്ധിച്ച് വണ്ടികൾ നിർത്തിയെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ടൈമിൻ്റെ അകത്ത് ക്രോസ് ചെയ്യുക, സെൻസിബിളായിട്ട് ജീവിക്കുക. അതുപോലെ കാൽനടക്കാർ നോക്കേണ്ടത് നിങ്ങൾക്കും സിഗ്നൽ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്കും ഒരു ഗ്രീൻ സിഗ്നലും റെഡ് സിഗ്നലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, റെഡ് സിഗ്നൽ സമയത്താണ് കൂടുതൽ ആൾക്കാരും ഓടി അപ്പുറത്തോട്ട്. അതിനൊന്നും ഇവിടെ നമ്മൾ സർക്കാരിൽ വലിയ ഫൈനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാവണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊരു നല്ല സിറ്റിസന് ചേർന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എല്ലാവർക്കും അവരവരുടേതായ ഒരു ഡ്യൂട്ടി ബൗണ്ടായിട്ട് തന്നെ ഇരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ. അപ്പോൾ കാൽനടക്കാർ ശ്രദ്ധിക്കുക, ഇങ്ങനെ അപകടം ക്ഷണിച്ചു വരുത്തരുത്. ഫോൺ ക്രോസ് ചെയ്യുമ്പോഴോ റോഡിലൂടെ നടക്കുമ്പോഴോ അലസമായി പോകരുത്, നടക്കരുത്, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. മൊബൈൽ ഫോൺസ് റോഡിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള റൂളും കൂടെ വരും. സ്റ്റേ സേഫ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. പുതിയ ടാലൻസിനൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ടോ? കാരണം ഇപ്പോൾ ട്രാഫിക്കിൽ സിത്താര വന്നത് ശരിക്കും അതുവരെ പാടിയിട്ടുണ്ട്. പക്ഷെ ആളുടെ ഒരു ഫസ്റ്റ് നോട്ട് ചെയ്ത പാട്ടെന്ന് പറയുന്നത് പകലിനായിരുന്നു. പിന്നെ അതിൽ തന്നെ റിയാലിറ്റി ഷോസിൽ വന്ന് ഹിഷാമും ബിബിൻ സേവർ അവർ രണ്ടുപേരാണ് ട്രാഫിക്കില് നല്ല പാട്ടാണ്. കണ്ണെറിഞ്ഞാൽ കാണാത്തീരെന്ന് പറഞ്ഞിട്ടൊരു ക്ലൈമാക്സ് ഒരു പാട്ടുണ്ട്, അത് അവർ രണ്ടുപേരും പാടിയേക്കണേ. എനിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പകലിൻ പവനിൽ തെളിയും വഴിയിൽ കുളിരിൻ ചിറകിൽ അണയും കിളികൾ സ്വപ്നങ്ങൾ നീട്ടും പൊൻതീരങ്ങൾ തേടി വെൺതീരേറി പായുന്ന മോഹങ്ങൾ മീട്ടും നല്ലീണങ്ങൾ മൂളി വന്നെങ്ങോ പോകുന്ന ജന്മങ്ങൾ പകലിൻ. അങ്ങനെ പോകുന്നു. ഒരു ഭയങ്കര ഒരു മെലഡിയാണത്. ഒരു വിഷ്വലും കൂടെ വന്നപ്പോഴത്തേക്ക് ട്രാഫിക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം തിയേറ്ററിൽ ആ ടെൻഷനിലിരിക്കുമ്പോഴാണ് ഈ പാട്ട് അതിലേക്ക് എത്തിയിട്ടില്ല, ടെൻഷൻ സീക്വൻസിലേക്ക് എത്തിയിട്ടില്ല. ഫസ്റ്റ് ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടാണ് മെജോയുടെ കമ്പോസിഷന്റെ ഏറ്റവും വലിയ ഒരു ഇത് ഭയങ്കര സ്കെയിൽസ് ആണ്. നമ്മളിങ്ങനെ ഒരു മെലഡി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കെയിൽ മാറി ഇങ്ങനെ പോയിട്ട് പിന്നെ അതിൽ തിരിച്ചു വന്ന് അല്ലേ, അതൊരു ഈസി റെൻഡറിങ് അല്ല. അത് കുറച്ചൊക്കെ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യേണ്ടതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ വേണ്ട പാട്ടില് ആണോ അതിന്റെ അത് കൈ വെക്കണമെങ്കിൽ ഇത്തിരി സംഗീതം അല്ലേ, ഒരു സാധാരണ ഒരു സിംഗർ കയറി പാടാൻ പറ്റില്ല. എനിക്ക്
ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ശരിക്കും എൻ്റെ പാട്ടുകളിൽ ഞാൻ ശരിക്കും ആസ്വദിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ സ്കെയിൽ മാറുമ്പോൾ ഞാനിങ്ങനെ ദൈവമേ അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യണേ. പാടാൻ അറിയില്ലെങ്കിലും ആസ്വദിക്കാൻ അറിയാം. മെജോയുടെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കാണുന്നത് അതാണ്. ഏത് സൈഡിൽ നിന്ന് എടുത്ത് ഒരു പോസ് ചെയ്തിട്ട് പാട്ട് കേട്ടാലും അത് വേറെ സോങ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ വരുമ്പോഴേ അറിയത്തുള്ളൂ മറ്റേ സോങ് ആണെന്നുള്ളത്. ഒരുപാട് വേരിയേഷൻസ് കൊണ്ടുവന്ന് നല്ല ബ്ലെൻഡായിട്ട് കൊണ്ടുവന്ന് ചെയ്യുന്നത് ഇന്റൻഷനലി ചെയ്യാമെന്നാണ് പറഞ്ഞത്. കുറച്ചൊക്കെ കർണാട്ടിക് പഠിച്ചിട്ടുണ്ടല്ലേ? ഞാനൊരു 3-4 വർഷം പഠിച്ചിട്ടുള്ളൂ. അത് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഒരുപാട്. കാര്യം ഇപ്പം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇത് സബ്ജക്ട്സും കാര്യങ്ങളൊന്നും കർണാട്ടിക് ബേസ്ഡ് അല്ല. എല്ലാം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് മൈ കരിയർ. അതെ, നോട്ട്ബുക്ക്, സൈക്കിള്, ട്രാഫിക് എല്ലാം പിള്ളേരുടെ പടങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ലോ പോയിന്റ് വരെ അതും യങ്സ്റ്റേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടൊരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന ഒരുപാടൊന്നും അറിയില്ല കർണാട്ടിക്. അധികം രാഗം ബേസ്ഡുള്ള എക്സ്പെരിമെന്റേഷൻസ് എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് കേൾക്കും. ആക്ടേഴ്സിനെ സിംഗറായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് ഒരുപാട് ആക്ടേഴ്സ്. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും സിനിമയിൽ പാടി. സുരാജ് വെഞ്ഞാറമൂട് അല്ല ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഡു യു അപ്രീഷിയേറ്റ് സിംഗേഴ്സ്, ആക്ടേഴ്സ് സിംഗേഴ്സ് ആയിട്ട് മാറുന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? വിരോധമൊന്നുമില്ല, ഒരു പാട്ടൊക്കെ പാടാം. കാരണം അവർക്ക് ഇപ്പം ഒരു ആക്ടറാണ് പാടാൻ വരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊന്നും പാടാൻ പറ്റില്ല. സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാം. ഒരു സീസൺഡ് സിംഗർ പാടുന്നത് പോലെ ഒരു ആക്ടർക്ക് പാടാൻ നല്ല ട്രെയിൻഡ് ക്ലാസിക്കൽ സിംഗറാണ് പുള്ളിക്കാരി. ബാമ കുഴപ്പമില്ലാതെ പാടും. ബാമ നന്നായിട്ട് പാടും, തീർച്ചയായിട്ടും അസലായിട്ട് പാടുന്നത്. പാടിച്ചിട്ടുണ്ടോ? ആര്? ബാമേനെ പാടിച്ചിട്ടുണ്ട്. ബാമ പാടിയിട്ടില്ല, രമ്യ പാടിയിട്ടുണ്ട്. രമ്യ നമ്മുടെ തെലുങ്കില് പാടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് അതിലെ ഹീറോയിനും. പുള്ളിക്കാരി നല്ലൊരു വോയിസ് ആണ്. കാണാനും ഭംഗി, പാടാനും. ഈ റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ കുട്ടികളുടെ ടാലൻസ് കണ്ട് അന്തം വിട്ടു പോകും. പിന്നെ ഒരു സംശയമില്ല. അത് കാരണം കുറെ പഴയ പാട്ടുകൾ ഇപ്പൊ വളരെ സജീവമായിട്ടുണ്ട്. പുതിയ പാട്ടുകൾ സിനിമയിൽ ഹിറ്റാവുന്നതിനോടൊപ്പം തന്നെ പഴയ പാട്ടുകളും റിയാലിറ്റി അല്ലേ? അപ്പൊ ഈ റിയാലിറ്റി ഷോസിനെ കുറിച്ച് ഒരുപാട് പല രീതിയിൽ അഭിപ്രായങ്ങളും നല്ലതും ചീത്തയും വഴക്കും ഒക്കെ നടക്കുന്നുണ്ട്. മെജോ എന്ത് പറയും? എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ കണ്ടാൽ മതി പിള്ളേര്. ഇപ്പം വരുന്നൊരു ജയവും തോൽവിയൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത്രയും ടാലൻസ് ഉണ്ടായിരുന്നു നമുക്ക് അതിശയം തോന്നില്ലേ? എന്തുമാത്രം കുട്ടികൾ പാടുന്നു. ഇത്രമാത്രം ചാനൽസ് വലിയൊരു സംഭാവനയാണ് നടത്തിയിട്ടിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഈ പിള്ളേര് ഇപ്പം ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ഒരു ഭയങ്കര പ്രതിഭാധന്യമാരായിട്ടുള്ള ജഡ്ജസിന്, അപ്പോൾ അവർക്ക് ആ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെ, എക്സാക്ട്ലി അത്രമാത്രം കണ്ടാൽ മതി. നല്ല സംഗീത സംവിധായകരോട് പോകുമ്പോൾ അവർക്ക് അതന്നെ കറക്റ്റാണ്. ഇപ്പം സച്ചിൻ റിയാലിറ്റി ഷോ ഒന്നും അല്ല എന്നാണ് വരുന്നത്. യാസിനൊക്കെ ഇപ്പൊ ഇതിൽ എനിക്ക് അങ്ങനെ റിയാലിറ്റി ഷോ വരികയാണെങ്കിൽ ഞാൻ താങ്കളെ തീർച്ചയായിട്ടും വിളിക്കും. സിംഗ് വിത്ത് മെജോ. മെജോ ഇൻവൈറ്റ് ചെയ്യുന്നു കുറച്ച് ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ഫോർ ദ നെക്സ്റ്റ് മൂവി. നമ്മുടെ ഗാനഗന്ധർവ്വൻ യേശുദാസ് പറഞ്ഞിരുന്നു, ശരീരം കൊണ്ടല്ല പാടേണ്ടത്. മെജോ എന്ന സംഗീത സംവിധായകൻ എങ്ങനെ പറയും? ഒരു സ്റ്റേജില് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് എങ്ങനെ പാടണമെന്നാണ് മെജോ പറയുന്നത്? രണ്ടും വേണമായിരിക്കും. ഇപ്പൊ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമ്പ്രദായം സിംഗേഴ്സിനുണ്ട്. ഇപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ പ്രേക്ഷകർ നിൽക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് ഒരു ഡ്രമ്മിനെ നോക്കി നിന്ന് പാടുന്നത്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഇറ്റ്സ് അട്രോഷ്യസ്? ബിക്കോസ് യേശുദാസിനെയും ജാനകി അമ്മയും ഇപ്പം ചിത്ര ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിറ്റ് ചെയ്യുന്ന ചിത്ര പോലും നേരെ നിന്ന് ഓഡിയൻസിനെ നോക്കി. സുജാത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓൾവേസ് ഞാൻ സുജാതയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് അതെന്താ പാടുന്ന പാട്ടുകളുടെ രീതിയല്ലോ. അല്ല, തിരിഞ്ഞ് ഒരു പാട്ട് തുടങ്ങുമ്പോഴേ തിരിഞ്ഞു നിന്ന് പാടുന്നതിന്റെ ലാഘവം എന്താണോ? ശ്രുതി പിടിക്കാൻ വേണ്ടിയിട്ടാണോ അതോ എന്താണ് ശരിക്കും? എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസമേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കോൺട്രോവേഴ്സി ആയിപ്പോ. സാജൻ പള്ളുരുത്തി ഇവിടെ വന്നപ്പോ പറഞ്ഞതാ, പണ്ടൊക്കെ ആണെങ്കിൽ പ്രോഗ്രാം മോശമായിരുന്നെങ്കിൽ ആൾക്കാർ കൂവുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഷോയിലൊക്കെ സിംഗർ ആദ്യമേ വന്ന് 2 കൂവൽ കൂവി അവർ തിരിച്ചു കൂവിയ ഓക്കെ, പ്രോഗ്രാം ഓക്കെയാണ്. അല്ല, ഒരു ട്രെൻഡേ മാറി. കൂവിയാൽ നന്നാവുന്ന ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ മാറുന്നു. എൻ്റെ അടുത്തൊരു സൗണ്ട് റെക്കോർഡിസ്റ്റ് പറഞ്ഞു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെക്കോർഡിസ്റ്റ് ആണ്, എൻ്റെ ഫ്രണ്ടാണ്. പുള്ളി പറഞ്ഞു ഇപ്പോഴത്തെ സിംഗേഴ്സിൻ്റെ അവർ കാണുന്ന ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നാലും
മോണിറ്റർ ലെവലിൽ. ആ സമയം കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും ആ പാട്ട്. നമ്മുടെ വലിയ വലിയ സിംഗേഴ്സിനെ ഇന്ന് ചെറിയ തലമുറ വിമർശിക്കുന്നതും കേട്ടിട്ടുണ്ട് അല്ലേ? അത് അവരുണ്ടാക്കി വെച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇവർ നിൽക്കുന്നത്. അതിന്റെ ഒരു 7 അയൽവക്കത്ത് പോലും ഒരാൾക്ക് വരാനും പറ്റില്ല. ജയചന്ദ്രൻ, യേശുദാസ്, ഞാൻ ഈ അടുത്ത് കൊന്തയും മൂണിലും ഉണ്ണിച്ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു പാട്ട് പാടുന്ന ശൈലി, അതായത് ഒറ്റ ടേക്കാണ്. അതായത് പല്ലവി എന്ന് പറയുന്നത് പല്ലവി ഫുള്ളും ഒറ്റയടിക്ക് പാടും. അതിലൊരു ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ചേട്ടാ, ആ വാക്ക് മാത്രം പഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആള് ഒരു പ്രാവശ്യം കൂടി പല്ലവി പാടും. അതുപോലെ അനുപല്ലവി അതായത് അരമണിക്കൂർ കൊണ്ട് പാട്ട് പാടി കഴിഞ്ഞുള്ളതാണ്. അത്രയ്ക്കും അവരുടെ എക്സ്പീരിയൻസും പിന്നെ ഒരു ഇതാണ്. ശ്രുതി പോയാലും ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, വിഷയമുള്ള കാര്യമല്ല. അങ്ങനെയല്ല, ബേസിക് ടാലന്റ് എപ്പോഴും വേണം. അടുത്ത സമയത്ത് തമാശന് ഒരാൾ പറഞ്ഞു, ശ്രുതിയിൽ നിന്നുണരും, അത് ശ്രുതി മാറിപ്പോയി, ശ്രുതിയിൽ നിന്ന് സാരമില്ല, ശ്രുതി ഉള്ളവനെ മാറ്റി പാടാൻ പറ്റില്ല അല്ല. ഇത് അങ്ങനെ ഒരു ലൂപ്പുകളായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഭാവി ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ അത് അഡ്ജസ്റ്റ്മെന്റ് അത് ചോദിച്ചു വരും. ഇപ്പൊ ചേട്ടാ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുട്ടികളിപ്പോ ചോദിക്കും. അല്ല അങ്ങനെ ചോദിക്കുന്നു ഇപ്പൊ ഇന്റർവ്യൂ. എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോണറിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. കുറച്ച് ഉണ്ണിച്ചേട്ടനെ പാടി. പിന്നെ ഒരു കുറച്ച് സെമി ക്ലാസിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് സെമി ക്ലാസിക്കൽ, ലൈറ്റ് വേർഷൻ ഓഫ് സെമി ക്ലാസിക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തേ കനവുകളെല്ലാം നീയാ, എന്തേ നിനവുകളെല്ലാം നീയാ, പുഴ തന്നെറുകയിൽ കുഞ്ഞോളം വിരൽ തഴുകിപ്പാടി മിഴികൾ നിറയുവതെന്തേ ഇന്നെൻ കനവുകളെല്ലാം നീയാ. ഓർക്കസ്ട്ര ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ഫീല് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ഹിന്ദുസ്ഥാനി സംഗീതം ഞാൻ കേൾക്കാറുണ്ട്, പഠിച്ചിട്ടില്ല. അല്ല, ഈ ഹരിഹരനെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് അതെന്താ വെച്ചാല് ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്നുള്ള പാട്ട് പാടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേര് പറഞ്ഞു, അന്ന് വലിയ കുഴപ്പമില്ലാതെ പാടി. അപ്പോൾ അന്ന് ഒരുപാട് പേര് പറഞ്ഞു എൻ്റേത് ഇങ്ങനെ ഹരിജിയുടെ വോയിസ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന്. പിന്നെ ഫീല് മാത്രമായിരിക്കാം, അങ്ങനെയല്ല, നല്ലതാണ്. അപ്പോൾ പിന്നീട് ഞാൻ അത് പിന്നെ അങ്ങനെ അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാത്രം അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഈ കീബോർഡിസ്റ്റുകൾക്കൊക്കെ കോളേജ് ഡേക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. കാരണം അതുവരെയുള്ള എല്ലാ ഇതിലും നമുക്ക് ഇതിന്റെ ചുമതലയായിരിക്കും. പുറത്തുനിന്ന് ഓർക്കസ്ട്ര ആയിരിക്കും, കോളേജ് ഡേക്ക് പുറത്തുനിന്ന് ഓർക്കസ്ട്ര ആയിരിക്കും. അപ്പൊ അങ്ങനെ 2-3 പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ശ്രീനേട്ടന്റെ പാട്ടുകൾ പാടാറുണ്ട്. മഞ്ഞു പോലെ എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡിഗ്രി പഠിക്കുമ്പോ ആ പാട്ടുകളൊക്കെ ആയിരുന്നു ഹിറ്റായിട്ട്. ഞങ്ങളൊക്കെ ഭയങ്കര ഫാൻ കേട്ടോ ഹരിഹരന്റെ. കേക്കാം. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. Hey Saloma, oh Saloma, hey Saloma, oh Saloma. അത് അന്ന് ഞാനൊരു സൂത്രപ്പണിയിൽ അഭിനയം മാത്രമേ ഉള്ളൂ, സോങ്ങിന്റെ അഭിനയം. അതൊക്കെ നജീബിനെ പോലുള്ളവർക്ക് അതങ്ങനെ മലരമ്പുകൾ അത് പാടാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മലരമ്പുകൾ എങ്ങനെയൊന്ന് കറണ്ട് ഓഫായാൽ മതി, ആ സമയത്ത് അപ്പൊ ഫില്ലായി കിട്ടും.
ഗസൽസ് ഏതെങ്കിലും പാടുമോ? കേൾക്കാറുണ്ട്. ഞാൻ പാടിയിട്ടില്ല ഇതിന് അങ്ങനെ. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ പാട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് വർക്ക് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പം ആരുടെയാണെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നല്ല പാട്ടുകൾ. ജഗജിത് സിംഗിന്റെ ഒക്കെ ഗസൽസ് ഒക്കെ താങ്കളുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഇനിയൊരു കാലത്ത് ചിലപ്പോൾ ഒരു പക്ഷേ മേജോ ഗസൽ സിംഗറായിട്ട് അല്ല ഓപ്പൺ ചിലര് ഓരോരുത്തർക്കും ഓരോ റെൻഡറിംഗ്. എനിക്ക് തോന്നുന്നു മെജോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആ ഫീൽഡ് ഇങ്ങനെ. ഞങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിൽ കുറച്ച് സൗന്ദര്യവും കൂടെ വരുന്നത് മേജോ, അതുപോലെ മറ്റേ ഗോപി സുന്ദർ, ഷാനൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല, ഗോപി സുന്ദറിനെ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ആദ്യത്തെ സൗന്ദര്യമുള്ള മ്യൂസിക് ഡയറക്ടർ ആരെന്ന് സന്തോഷം. ഒരു ഈ മലയാള സിനിമയിൽ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമാണ് കോപ്പിയടി എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ തുടങ്ങിയത് കോപ്പിയടിയിലൂടെയാണ്. പഴയ ഹിന്ദി തമിഴ് പാട്ടുകളെ കോപ്പിയടിച്ചുകൊണ്ട് ഹിന്ദി ഗാനങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാലത്തേക്ക് മലയാളത്തിൻ്റെത് മാത്രമായ പാട്ടുകൾ അങ്ങോട്ട് കോപ്പിയടിച്ചു. ഇപ്പൊ വീണ്ടും മലയാളം ഹിന്ദി തമിഴൊക്കെ വിട്ട് നമ്മൾ അറബി സ്പാനിഷ് അങ്ങനെയൊക്കെ കോപ്പിയടി തുടങ്ങി. അതെ, അത് വലിയ തെറ്റ് പറയാനില്ല അല്ലെ, നല്ലതിനെ കണ്ട് പഠിക്കണം എന്നുണ്ട്. പക്ഷെ അങ്ങനെ കോപ്പിയടിക്കാതെ എനിക്ക് അതിനോട് ഇത്രേ ഉള്ളത്. എന്നെ സംബന്ധിച്ച് മ്യൂസിക് എന്നുള്ള ഒരു പ്രയറാണ്. അപ്പൊ അതില് ഒരു എന്താ പറയാ, അതിനെ കറപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എക്സാക്ട്ലി. പക്ഷെ മൂഡ് ഇൻസ്പയർ ആവുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഇവിടെ ഒന്നും പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല, ഒക്കെ ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. ഇത് നമ്മൾ മാനിപ്പുലേഷൻസ് മാത്രം നടത്തണുള്ളൂ. മീഡിയേറ്റേഴ്സ്. ഒരാളെ ചോദിച്ചപ്പോഴത്തേക്ക് ഓംകാരം അതാണ് ആദ്യം ഉണ്ടായത്. ഒരു കൊച്ചുകുട്ടി പറഞ്ഞു അഹം ബ്രഹ്മാസ്മി. അപ്പൊ അഹം കാരം അഹങ്കാരം. അപ്പൊ അതല്ലേ ആദ്യം ഉണ്ടായത്. ഓംകാരത്തിന് മുമ്പേ ഉണ്ടായത് അഹങ്കാരമാണ്. ഈ അഹങ്കാരം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു ഒരുപാട് പേർക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ഓംകാരം പോട്ടെ, അഹങ്കാരം പോളിറ്റിക്സ് ഉള്ള ഫീൽഡാണെന്ന് കേട്ടിട്ടുണ്ട് മ്യൂസിക്. സർവൈവൽ വലിയ ഇതുപോലൊരു പാവം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുമുഖൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നു? അല്ല, ഞാൻ പ്രത്യേകിച്ച് ആരെയും ഉപദ്രവിക്കാനൊന്നും പോവാറില്ല. നല്ല PR ഒക്കെയാണോ? ഇല്ല, ഒന്നും PR വർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ദേഷ്യപ്പെട്ടാലും കാണാൻ രസമായിരിക്കും. മനസ്സിലാവില്ല, ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. അല്ല, മനസ്സിലാവില്ലായിരിക്കും അല്ലെ മെജോ ദേഷ്യപ്പെട്ടാലും. എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടേക്കുന്ന അവള് മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ, വളരെ റയറായിട്ടാണ് ദേഷ്യം വരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവള് നല്ല ആസ്വാദകയാണ്. പിന്നെ എനിക്ക് നല്ല പെയിന്ററാണ്. പക്ഷെ ഞാൻ അവൾക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പൊ നോക്കാനായിട്ടൊരു കൊച്ചിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ പേര് ആബ്ഡിയൽ എന്നാണ്. അത് ബിബ്ലിക്കലാണ്. നമ്മുടെ അബ്ദുള്ളയില്ലേ, അബ്ദുള്ളയുടെ ഹീബ്രു വെർഷൻ ആണത്. അംബു എന്ന് വിളിക്കും, അബ്ദു എന്ന് വിളിക്കും. വൈഫ് മെറിന് ഒരു സന്തോഷ വാർത്ത. ഞങ്ങളെ പുലർക്കാലത്തിൽ എത്തിയ മെജോ ജോസഫ് പെയിന്റിങ്ങിനുള്ള സാമഗ്രികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ നല്ല നല്ല ഒരു പാചക നോൺ വെജ് അസലായിട്ട് ചെയ്യും പുള്ളിക്കാരി. അതായത് ഈ കല്യാണം കഴിയുമ്പോ എനിക്ക് 58 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 മാസത്തിനുള്ള 71 കിലോ ആയി. അത് കൈപ്പണിയാ. എന്നെ കല്യാണം മെലിഞ്ഞു പോയി. ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് ഹോട്ടലിൽ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ചു, സാർ നിങ്ങൾ തമിഴ്നായിരുന്നു, നിങ്ങൾക്കൊരു കല്യാണം പണിക്കൂടാതെ സാർ, എவ்வளோ நல்லா இருக்கீங்க, பொண்ணு ஏதாவது கிடைக்காதா? நம்ம கல்யாணம் பண்ணி நான் இன்னும் கல்யாணம் பண்ணேன், பொண்ணை கல்யாணம் பண்றதுக்கு வயசாயிடுச்சு, അതുകൊണ്ട് നിങ്ങൾ ദോശയും മസാല ദോശയും മാത്രം തന്നാൽ എൻ്റെ വൈഫ് ഇന്ന ആളാണെന്ന് പറയും. സിംഫണി സ്വപ്നങ്ങളൊക്കെ അല്ലേ, അതിനൊരു ഹോംവർക്കൊക്കെ നിങ്ങൾ തുടങ്ങിയെന്നാണ് പറഞ്ഞത് അല്ലേ? ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇത് ആരോടെങ്കിലും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമല്ലോ അല്ലേ? ഒരു ഫ്രണ്ടിനോടോ അല്ലെ വൈഫിനോടോ ആരോടായിരിക്കും? മുമ്പ് കല്യാണത്തിന് മുമ്പ് മമ്മി നല്ലൊരു ക്രിട്ടിക്കാണ്. അതായത് സ്വന്തം മോന്റെ പാട്ട്, അനുജത്തിയും സ്വന്തം മോന്റെ അല്ലെങ്കിൽ സ്വന്തം ചേട്ടന്റെ പാട്ട് എന്നുള്ള രീതിയിൽ അവരൊരു ഇതൊന്നും തരില്ല, കൺസിഡറേഷൻ തരില്ല. വേറെ ഏതെങ്കിലും അതാണ് പറഞ്ഞത്. അപ്പം ഇപ്പം വൈഫ് ഉള്ളത് കൊണ്ട് പുള്ളിക്കാരത്തിനെ കേൾപ്പിക്കും.
പിന്നെ റോഷൻ ചേട്ടൻ നമ്മുടെ ഫാമിലിയിലുള്ളത് കൊണ്ട് ആൾക്ക് ഫ്രീ ആയിട്ടിരിക്കും മാത്രം ഏതെങ്കിലും ലേറ്റസ്റ്റ് ത്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളെ കേൾപ്പിക്കും. മെജോ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് സംഗീത സംവിധായകരുണ്ടാവുമല്ലോ. ഞങ്ങൾക്കൊക്കെ അല്ലേ രാജാ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തിന് ഒരു പാട്ട് കേട്ടാലോ? ഡെഫിനറ്റ്ലി. രാജാ സാറ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ 80s 90s ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ സാർ, അവരുടെ കമ്പോസിഷൻസ്, രവീന്ദ്രൻ മാഷ്, ബാബുക്ക, കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു സ്രോതസ് മലയാളം ഇതിൽ നിന്നാണ് വന്നേക്കുന്നത്. എനിക്ക് സൗത്ത് ഇന്ത്യയിൽ ഇപ്പം ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ എല്ലാം ഇപ്പം മേജർ സ്കെയിൽ മൈനർ സ്കെയിൽ ആ ഇതിലാണ്, പിന്നെ ആ ഫീലിലുള്ള ഡിഫറൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഇത്രമാത്രം ടാബുലേഷൻ, കർണാട്ടിക് രാഗാസ് കറക്റ്റായിട്ട് ടാബുലേറ്റ് ചെയ്തത് ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, അതൊക്കെ എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ ജനിക്കാൻ തന്നെ പറ്റിയത് ഭയങ്കര ഒരു കാര്യമാണ്, കാരണം മണ്ണിന്റെ ഗുണം. അതെ, എക്സാക്ട്ലി. അപ്പോൾ ഇപ്പൊ നമുക്ക് രാജാ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളൊന്നാണ്. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂം കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. മെജോ പാടിയ ഇന്ന് മുഴുവൻ ഞാൻ കേൾക്കും കേട്ടോ, അത്ര സുഖമാണ്. ഞങ്ങളുടെ പുലർകാലത്തില് വാട്ട് എ വേ ടു സ്റ്റാർട്ട്. ഒരു ഭക്തിഗാനത്തിൽ തുടങ്ങി വളരെ മ്യൂസിക്കലായിട്ട്, എനിക്കൊന്ന് ഇതിൽ കൂടുതൽ നമുക്ക് അവർക്ക് കൊടുക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നതെല്ലാം നമ്മുടെ കൂടെ സഹകരിച്ച് ഒരു നല്ല രീതിയിൽ. മെജോ എനിക്കൊന്ന് ജോ എന്ന് പറയുന്നത് ജോളി എന്നാണ്, ഒരു ജോഷ് പേര് തന്നെ ഉണ്ട് മെജോ. മെജോ ഒരു ഓൾ ഓവർ ദ വേൾഡ് ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആവട്ടെ. യു ഹാവ് ദ ടാലന്റ്. സത്യം, ഒരുമിച്ച് ഞങ്ങൾ പറഞ്ഞു സത്യമാണ്. നല്ല സിംഫണീസ് ഉണ്ടാക്കാനുള്ള ഞങ്ങളുടെയും വലിയ ഭാഗ്യമാണ് കേട്ടോ ഈ പുലർകാലത്തിലൂടെ മെജോ ഒന്ന് നേരിട്ട് കാണുകയും ഈ പാട്ട് ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കാനൊക്കെ സാധിക്കും. ഞാനും ആദ്യമായിട്ട് കാണുന്നത്, പലപ്പോഴും ടി വിയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് ഭയങ്കര മ്യൂസിക് ലവേഴ്സ് ആണ്, മ്യൂസിക് ലവേഴ്സ്. താങ്ക് യു സോ മച്ച്, ഇത്രയും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് മെജോ. താങ്ക് യു. തര ഒരുപാട് സെൽഫീസാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. ഒപ്പം വളരെയധികം വി ആർ ഓൾസോ കമ്മിറ്റഡ് ടു ലോട്ട് ഓഫ് പീപ്പിൾ ദോസ് ആർ സെൻഡിങ് സെൽഫീസ്. ഇന്നത്തെ സെൽഫി ആരാണ് നോക്കാം? ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെൽഫി അയക്കുന്നത് തന്നെ പ്രേക്ഷകർക്കൊരു എന്താ പറയുന്നത്, ഇപ്പം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ സെൽഫി അയക്കേണ്ട ഡീറ്റെയിൽസ് കംപ്ലീറ്റും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാ സെൽഫിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു സെൽഫിക്ക് ജീവൻ TV is giving a branded T-shirt. അതുമാത്രമല്ല വലിയേറെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ഗ്രീറ്റിങ്സ്, നിങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേയ്സ്, എല്ലാം എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും നീ ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ജസ്റ്റ് റൈറ്റ് ടു ജീവൻ about your address സ്ക്രീനിൽ കാണാം, ത്രൂ ഔട്ട് ഉണ്ട്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ അല്ലേ, അല്ല അവർക്കൊരു ബമ്പർ പ്രൈസ് ഉണ്ട്. അത് ക്വസ്റ്റ്യന് ശേഷം ആ പ്രൈസിനെ കുറിച്ച് പറയാം. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടാവണം, അതിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് മെജോ ജോസഫ് മ്യൂസിക് ഡയറക്ടർ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രം ഏതാണ്? അദ്ദേഹം മലയാളം ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെച്ചത് ഈ ഒരു ചിത്രത്തിലൂടെയാണ്. ഒരു ക്ലൂവും കൂടെ കൊടുക്കാം പ്രേക്ഷകർ. കൊച്ചു പിള്ളേർക്ക് ധാരാളം സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ ഓടിപ്പോയി മേടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പെൻസിൽ ബോക്സ് ആണോ കഴിക്കരുത് കേട്ടോ. അവർക്കറിയാം. ശരി ഉത്തരം ഞങ്ങൾ എഴുതി അറിയിക്കുക. അഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ബമ്പർ പ്രൈസ് വിന്നറിന് കിട്ടുന്നത് സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിൻ്റെ ഒരു കംഫർട്ടബിൾ സ്റ്റേ ആണ്. 2 നൈറ്റ്സിനാണ് വരുന്നത്. കേരളത്തിൽ ഉടനീളം ഇവർക്ക് റിസോർട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഫെസിലിറ്റി വിന്നർക്ക് അവെയിൽ ചെയ്യാവുന്നതാണ്. ലക്ഷറിയസ് സ്റ്റേ ആണ്. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള, നിങ്ങൾ ഒരിക്കലും മറക്കാൻ
ഇടയില്ല. വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നിങ്ങൾ ആ ചാൻസ് മിസ് ചെയ്യേണ്ട. ശരി ഉത്തരങ്ങൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സെൽഫി അറിയിക്കുക, സമ്മാനം നേടുക. Be with us tomorrow 7:30 AM with Pularkalam and with us on G1 TV. നമസ്കാരം.